നമസ്കാരം. ഇന്ത്യൻ മണ്ണിനെയും അഭിമാനത്തെയും ജനങ്ങളെയും ആക്രമിക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിന്റെ പരിശ്രമത്തിന്റെ വിജയമാണ് തഹാവൂർ ഹുസൈൻ റാണയെ US ഇന്ത്യക്ക് കൈമാറിയത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നയതന്ത്ര വിജയം കൂടെയാണ് ഈ നേട്ടമെന്നും വിലയിരുത്തപ്പെടലുകൾ ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ 13 വർഷങ്ങൾക്ക് മുൻപ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നതിന് മുൻപ്, അതായത് 2008 മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ തഹാവൂർ റാണയെ മോചിപ്പിക്കാനുള്ള US കോടതിയുടെ തീരുമാനത്തിൽ മോദി രോക്ഷം പ്രകടിപ്പിച്ച ഒരു പോസ്റ്റും ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. ഭാരതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം കൂടിയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇന്ന് റാണയെ ഇന്ത്യയിലേക്ക് നാടുകടത്തിയതോടെ പ്രധാനമന്ത്രി മോദിയുടെ വാക്കുകൾ പൂർണ്ണമായും വ്യാപിച്ചിരിക്കുകയാണ്. അതിൽ US-നെ അല്ല, ഇന്ത്യൻ നിയമങ്ങളാണ് തീവ്രവാദിയുടെ വിധി തീരുമാനിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരുന്നു. 2008 മുംബൈ ഭീകരാക്രമണത്തിന്റെ ഇരകൾക്ക് നീതി ഉറപ്പാക്കുമെന്ന വാഗ്ദാനം നിറവേറ്റിയതിന് ഇപ്പോൾ പ്രധാനമന്ത്രി മോദിക്ക് നിരവധി പ്രശംസകൾ ലഭിക്കുന്നുണ്ട്. ആക്രമണങ്ങളുടെ സൂത്രധാരനായ തഹാവൂർ റാണയെ കുറ്റവിമുക്തനാക്കിയ US കോടതിയുടെ തീരുമാനത്തിൽ പ്രധാനമന്ത്രി മോദി രോക്ഷം പ്രകടിപ്പിച്ച 2011 X-ലെ പോസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഇപ്പോൾ റാണയെ ഇന്ത്യയിലേക്ക് നാടുകടത്തിയതിനു ശേഷം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും നീതിക്കും വേണ്ടിയുള്ള പ്രധാനമന്ത്രിയുടെ അചഞ്ചലമായ സമർപ്പണം പ്രകടമാക്കുന്ന പ്രധാനമന്ത്രി മോദിയുടെ പ്രസ്താവന വീണ്ടും പ്രചരിക്കുകയാണ്. അതിന് കാരണവുമുണ്ട്. 2008 മുംബൈ ഭീകരാക്രമണത്തിൽ റാണയുടെ പങ്കിനെ കുറിച്ചും അദ്ദേഹത്തെ US-ൽ നിന്ന് ഇന്ത്യയിലേക്ക് കൈമാറുന്നതിനെ കുറിച്ചും പ്രധാനമന്ത്രി മോദിയുടെ ദീർഘകാല ആശങ്കകൾ ഈ പോസ്റ്റ് വിശദീകരിക്കുന്നു. 2025 വേഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ റാണയെ ഒടുവിൽ ഇന്ത്യയിലേക്ക് നാടുകടത്തി. നീതിയുടെ വലിയ വിജയമായി ഇത് അടയാളപ്പെടുത്തി. ഇന്ത്യയുടെ പരമാധികാരത്തെയും ഭീകരതയ്ക്കെതിരായ ആഗോള പോരാട്ടത്തെയും കുറിച്ചുള്ള US കോടതിയുടെ തീരുമാനത്തിന്റെ പ്രത്യാഘാതങ്ങളെ ചുറ്റിപ്പറ്റിയായിരുന്നു പ്രധാനമന്ത്രി മോദിയുടെ ആശങ്കകൾ. മാത്രമല്ല, പാകിസ്ഥാനോടുള്ള US-ന്റെ മനോഭാവത്തിനെതിരെ ഇന്ത്യൻ സർക്കാർ ഉറച്ച നിലപാട് സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ഊന്നി പറഞ്ഞിരുന്നു. അതേസമയം മുംബൈ ഭീകരാക്രമണത്തെ തുടർന്ന് തഹാവൂർ റാണയെ മറ്റ് നിരവധി കേസുകളോടൊപ്പം അമേരിക്കയിൽ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ മുംബൈ ഭീകരാക്രമണ കേസിലെ എല്ലാ കുറ്റങ്ങളിൽ നിന്നും അദ്ദേഹത്തെ മോചിപ്പിക്കാൻ ചിക്കാഗോ കോടതി അന്ന് തീരുമാനിച്ചിരുന്നു. US കോടതിയുടെ വിധിക്ക് ശേഷം 2011 മുംബൈ ആക്രമണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങളിൽ നിന്ന് റാണയെ കുറ്റമുക്തനാക്കിയ US കോടതിയുടെ തീരുമാനത്തിൽ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന പ്രധാനമന്ത്രി മോദി രോക്ഷം പ്രകടിപ്പിച്ചു. US കോടതിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി മോദി ഒരു പോസ്റ്റും ഇട്ടു. ഇത് ഇന്ത്യക്കൊരു വലിയ വിദേശനയ തിരിച്ചടിയാണെന്നായിരുന്നു ആ പോസ്റ്റ്. എന്നാൽ ഇന്ന് റാണ ഇന്ത്യയിൽ വിചാരണ നേരിടുന്നതിനാൽ ആ പോസ്റ്റ് ട്രെൻഡിങ്ങിലാണ്. 2011 US കോടതി തഹാവൂർ റാണയെ നിരപരാധിയായി പ്രഖ്യാപിച്ചപ്പോൾ പ്രധാനമന്ത്രി മോദി തന്റെ X ഹാൻഡിലിൽ വഴി തന്റെ രോക്ഷം പ്രകടിപ്പിച്ചു. ആ തീരുമാനം ഇന്ത്യയുടെ പരമാധികാരത്തെ അപമാനിച്ചുവെന്നും അന്നത്തെ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചും അദ്ദേഹം പറഞ്ഞു. അത് വിദേശ നയത്തിലെ വലിയ തിരിച്ചടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ നയതന്ത്ര ശ്രമങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂക്ഷമായി വിമർശിച്ചിരുന്നു. മുംബൈ ഭീകരാക്രമണത്തിലെ കുറ്റവാളികളെ US കോടതിക്ക് എങ്ങനെ നിരപരാധികളായി പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ നിന്നെല്ലാം രാജ്യസുരക്ഷയെക്കുറിച്ചുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കരുതൽ തന്നെയാണ് വ്യക്തമാകുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ
ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.